ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കപ്പിലോ ഗ്ലാസ്സിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇതിന് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ കടലമാവിനൊരു പച്ചമണം ഉണ്ടാവും. അത് മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. അതുവരെയാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 6-7 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും കടലമാവ് നന്നായിട്ട് റോസ്റ്റായിട്ട് വരും. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുത്താൽ മതി. എപ്പോഴും നമ്മൾ കടലമാവ് ഒന്ന് വറുത്തെടുത്തിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മളത് കഴിക്കുമ്പോൾ കടലമാവിൻ്റെ ആ ഒരു പച്ചമണം ഫീൽ ചെയ്യും. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ അവസാനം ഉണ്ടാകുന്ന ഈ കട്ടകൾ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അരിച്ചെടുത്തിട്ടുള്ള ഈ കടലമാവ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്കത് ഏത് തരത്തിലുള്ള പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ബട്ടർ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. മൈസൂർ പാക്ക് സെറ്റായി കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നെയ്യൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കടലമാവ് അളന്നത് ഏത് ഗ്ലാസ്സിലാണോ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇതിനി നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതായത് ഒരു വിരലൊക്കെ നമ്മൾ മുക്കി നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂട് മാത്രമേ പാടുള്ളൂ. ഒരുപാട് ചൂടാവാൻ പാടില്ല. ആ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നെയ്യാണ് ഈ ഒരു മൈസൂർ പാക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി ഓയിൽ പകുതി നെയ്യ് അങ്ങനെ എടുക്കാം. പക്ഷേ മൈസൂർ പാക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും കിട്ടുക നെയ്യ് മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഈ ചൂടാക്കി എടുത്തിട്ടുള്ള നെയ്യിന്ന് നമ്മളൊരു പകുതി ഭാഗം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന 1/2 ഗ്ലാസ് നെയ്യ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ കടലമാവും നെയ്യും എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ഈ ഒരു പഞ്ചസാര എന്ന് പറയുമ്പോൾ മൈസൂർ പാക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ട് മധുരം വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 1 സ്റ്റിങ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒറ്റനൂൽ പരുവാവുന്ന വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ പഞ്ചസാര പാനിയിൽ നമുക്ക് അതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചാൽ ഇതുപോലെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ അതാണ് പഞ്ചസാര പാനിയുടെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ നെയ്യും കടലമാവും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരപ്പാനിയും കടലമാവും നന്നായിട്ട് മിക്സായി കിട്ടണം. ആ രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് ആ പഞ്ചസാരപ്പാനിയും കടലമാവും നന്നായിട്ട് മിക്സായി വന്നാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കടലമാവ് ആ നെയ്യ് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 40 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അത് നന്നായിട്ട് അബ്സോർബായി വരും. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ബാച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 40 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതും നന്നായിട്ട് യോജിച്ച് വരും. അപ്പോൾ മൂന്നാമത്തെ ബാച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതൊരു 30 സെക്കൻഡ് വരെയൊക്കെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കായിട്ടാണ് കിട്ടുക. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യിൽ ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ബാക്കി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കുറച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഉരുണ്ട് വരണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലും സോഫ്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചും കൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്താൽ മതി. പിന്നെ അത് ഒരുപാട് സമയം നമ്മൾ ഇളക്കരുത്, അങ്ങനെ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടത് പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നെയ്യ് തടവിയിട്ടുള്ള ഒരു സ്പൂണോ സ്പാറ്റിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും തണുക്കാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. എന്നിട്ടൊരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇടിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈസൂർ പാക്കാണ്. കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് പഞ്ചസാരയും നെയ്യൊന്നും ചേർത്തിട്ടില്ല. എന്നാലും ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്